9 7th ചാപ്റ്റർ ഇലക്ട്രിക് കറന്റ് ആണ്. ഇവിടെ ഈ കുട്ടിക്ക് എന്താണ് സംശയം? വൈ ഈസ് ദിസ് കോമ്പോണന്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സർക്യൂട്ട് ടു ലൈറ്റ് ദ LED? അതായത് LED പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇവ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. ഓക്കെ ഓക്കെ ഒരു സെല്ലുണ്ട്, സ്വിച്ച് ഉണ്ട്, ബൾബ് ഉണ്ട്. ഓക്കെ, ഇതെന്തിനാണ്? ഇതിന്റെ പേര് റെസിസ്റ്റർ എന്നാണ്. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഈ സർക്യൂട്ടിൽ ഒരു നിശ്ചിത റെസിസ്റ്റൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ തടസ്സം, ആ വൈദ്യുത പ്രവാഹത്തിന് ചെറിയൊരു തടസ്സം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ഓക്കെ, യു ഹാവ് ലേൺഡ് സം ഫാക്ട്സ്. നിങ്ങൾ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ട്, അബൌട്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഇലക്ട്രിക് ചാർജിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. യു നോ ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ ഇലക്ട്രിക് ചാർജ് വെൻ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. അതായത് ഒബ്ജക്ട്സ് അതിന് ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നു എപ്പോഴാണ്? വെൻ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ചില ഒബ്ജക്ട്സ് തമ്മിൽ ഉരസുമ്പോൾ, റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ചാർജ് ഉണ്ടാകുന്നു. എങ്ങനെയാണ്? ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ഇലക്ട്രിക് ചാർജസ് ഉണ്ടാകുന്നു പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പിന്നെ. ഓക്കെ, രണ്ട് വസ്തുക്കളുണ്ട്. ഇവിടെ ഒരു വസ്തു ഉണ്ട്. ഓക്കെ, ഇവിടെ മറ്റൊരു വസ്തു ഉണ്ട്. ഈ രണ്ട് വസ്തുക്കൾ ഉരസുന്ന സമയത്ത് എല്ലാ വസ്തുക്കളിലും ഇലക്ട്രോൺസ് ഉണ്ടെന്ന് അറിയാമല്ലോ. അപ്പൊ ഇതിലുള്ള കുറെ ഇലക്ട്രോൺസ് ഈ ഉരസുന്ന സമയത്ത് ഇതിലേക്ക് തെറിച്ചു പോയി എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ ഇതിൽ നിന്ന് നഷ്ടമായി എന്നതിന് പകരം ഇതിൽ നിന്നും ഇത് കൊടുത്തു എന്ന രീതിയിൽ വിചാരിക്കാം. ഇതിന് കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ കൊടുക്കുക എന്നത് നല്ല കാര്യമാണല്ലോ, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെയാണ് നമുക്ക് പറയാം ഈ ഒബ്ജക്റ്റിന്, ഈ വസ്തുവിന് പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് പറയാം. അതേസമയം ഏത് വസ്തുവിലേക്കാണോ ഇലക്ട്രോൺസ് വന്നത് അതിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. ഓക്കെ, വാട്ട് ആർ ദ ഇലക്ട്രിക് ചാർജസ് ദാറ്റ് ഒബ്ജക്ട്സ് അക്വയർ വെൻ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ? അതായത് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ചാർജുകളാണ് ലഭിക്കുന്നത്? പോസിറ്റീവും നെഗറ്റീവും അല്ലെ, രണ്ടു തരം ചാർജുകളാണല്ലോ ഉള്ളത്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്? ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? അത് നെഗറ്റീവ് ആണ്. ഓക്കെ, ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജ് ആണ്. യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണ്? കൂളോം ആണ്. കൂളോം, അതിനെ ക്യാപിറ്റൽ ലെറ്റർ C എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. ഇവിടെ സർക്യൂട്ട് ഉണ്ട്. ഇതൊരു കപ്പാസിറ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഇത് ഒരു LED ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ LED പ്രകാശിക്കുന്നു. പക്ഷെ ഇതൊരു ബാറ്ററി, ഒരു സെല്ലൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് കുറച്ചു നേരത്തേക്ക്, അതായത് ഒരു സെല്ലിൽ നമ്മൾ ബൾബ് കണക്ട് ചെയ്താൽ കത്തുന്ന പോലെ കപ്പാസിറ്ററിൽ കണക്ട് ചെയ്താലും കത്തുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ ഇതിന് കുറച്ചൊരു സമയത്തേക്ക് മാത്രമേ ഇങ്ങനെ ബൾബിനെ പ്രകാശിപ്പിക്കാൻ കഴിയൂ. പെട്ടെന്ന് തന്നെ ഇതിലെ ചാർജ് എന്താവും? ഡിസ്ചാർജ് ചെയ്യും കപ്പാസിറ്ററിൽ. ഇവിടെ കണ്ടൊരു കണക്ട് ചാർജ്ഡ് കപ്പാസിറ്റർ ടു ആൻ LED എന്ന് പറഞ്ഞത്. ഓക്കെ, 6 വോൾട്ട്. ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിക്കണമെന്നില്ല. തൽക്കാലം ഇത് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ ഒരു LED ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ? LED ലൈറ്റ്സ് ഫോർ എ ഷോർട്ട് ടൈം. കുറച്ച് സമയത്തേക്ക് LED പ്രകാശിക്കുന്നു. ഇതിലേക്കൂടെ ചാർജ് ഒഴുകിയിട്ട് LED പ്രകാശിക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദ ഇലക്ട്രിക് ചാർജ് ഇൻ ദ കപ്പാസിറ്റർ വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ LED? ഈ കപ്പാസിറ്ററിൽ ചാർജസ് സ്റ്റോർ ആക്കി വെച്ചിട്ടുണ്ടാവും. അതിനെന്ത് സംഭവിക്കുന്നു? ഈ ചാർജസ് ഫ്ലോ ത്രൂ ദ LED കൂടി ഇത് ഒഴുകുന്നു. അങ്ങനെയാണ് LED പ്രകാശിക്കുന്നത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദ LED നോട്ട് ഗ്ലോയിങ് കണ്ടിന്യൂസ്ലി? തുടർച്ചയായിട്ട് പ്രകാശിക്കാത്തതിന് കാരണം എന്താണ്? കപ്പാസിറ്റർ കനോട്ട് പ്രൊവൈഡ് കണ്ടിന്യൂസ് ചാർജ് ഫ്ലോ. തുടർച്ചയായിട്ട് ഇതിലേക്കൂടെ വൈദ്യുതി ഒഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സാധ്യത ഒരുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് കഴിയുന്നില്ല? കപ്പാസിറ്ററിന് കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആകുന്നു. എന്നാൽ അനദർ എക്സ്പെരിമെന്റ് പറയാം. ഈ കപ്പാസിറ്ററിന് പകരം ഒരു ബട്ടൺ സെല്ല്, ഓക്കെ, നമ്മുടെ വാച്ചിലൊക്കെ ഉപയോഗിക്കുന്നത് പോലുള്ള സെല്ലാണ്. ഇങ്ങനെ ഒരു സെല്ല് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ LED പ്രകാശിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് LED കുറേ സമയത്തേക്ക് പ്രകാശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതായത് ഫസ്റ്റത്തെ സർക്യൂട്ടിൽ മൊമെന്ററി ഫ്ലോ ആണ്, കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നത്. സെക്കൻഡ് സർക്യൂട്ടിലോ ഇപ്പൊ നമ്മൾ പറഞ്ഞതോ ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറന്റ് ത്രൂ എ സർക്യൂട്ട്. അത് ചാർജസിന്റെ ഫ്ലോയെ പറയുന്നതാണ് ഒരു കറന്റ്, അതായത് ഇലക്ട്രിക് കറന്റ് എന്ന് പറയും. ചാർജസിന്റെ ഫ്ലോ, കറന്റ് എന്ന് വെച്ചാൽ പ്രവാഹം എന്നാണ് അർത്ഥം. ഓക്കെ, വാട്ടർ കറന്റ് പറഞ്ഞാൽ വെള്ളത്തിന്റെ പ്രവാഹം. ഇവിടെ ഇലക്ട്രിക് കറന്റ്, സാധാരണ നമ്മൾ കറന്റ് മാത്രം പറയും അല്ലെ. അതായത് ചാർജസിന്റെ ഒഴുക്കിനെ നമ്മൾ പറയും ഇലക്ട്രിക് കറന്റ്. ചാർജസിന്റെ ഒഴുക്ക് ഒരു ഇലക്ട്രിക് കറന്റ് ഉണ്ടാക്കുന്നു ആ സർക്യൂട്ടിലേക്ക് കൂടി എന്ന് പറയും. നമുക്ക് മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്പെരിമെന്റ്. ഓക്കെ, ഇവിടെ വൈദ്യുതി അല്ല, മറ്റു ചില കാര്യങ്ങളാണ് നോക്കുന്നത്. ഇലക്ട്രിസിറ്റി അല്ല നോക്കുന്നത്. വാട്ടർ ഫ്ലോ ആണ് ഇവിടെ നോക്കുന്നത്.
ടേക്ക് ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ 2 ഐഡന്റിക്കൽ ഒരേപോലെയുള്ള കണ്ടെയ്നേഴ്സ് എ ആൻഡ് ബിയിൽ ഒരേപോലെ വെള്ളം എടുത്തു, ഒരേ അളവ് കണ്ടോ, ഒരേ ഉയരത്തിൽ വെച്ചു. എന്നിട്ട് fill a plastic tube with water and dip it as shown in figure. ഒരു പ്ലാസ്റ്റിക് ട്യൂബിൽ വെള്ളം നിറച്ചിട്ട് ഇതേപോലെ ഇതിലേക്ക് താഴ്ത്തി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വെള്ളം ഒഴുകുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്കറിയാം അല്ലെ, ഇങ്ങനെ ഒരു വാട്ടർ ലെവൽ തുല്യമായിരിക്കുമ്പോൾ വെള്ളം ഒഴുകുന്നില്ല. അപ്പോൾ നോ, എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകുന്നില്ല, ഒരേ ലെവലിലാണല്ലോ ഉള്ളത്. അതായത് നമ്മൾ പറയുന്നത് ഇതിന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഒരേപോലെയാണെന്ന് പറയും. ഇതിന്റെ ഉയരം കാരണം ഈ വെള്ളത്തിനുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഒരേപോലെയാണെന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, ഇതിന്റെ ഹൈറ്റ് ഒരേപോലെയാണെന്ന് പറയാം. അതായത് ഇവിടെ സെയിം ഹൈറ്റ് ആണ് അല്ലെങ്കിൽ സെയിം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആണ് എന്ന് പറയും. അതുകൊണ്ട് എന്താണ്, വെള്ളം ഒഴുകുന്നില്ല. എന്നാൽ ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ എ എന്ന ബീക്കർ ഉയർത്തി വെച്ച് നോക്കിയാലോ എന്ത് ചെയ്യും? വെള്ളം ഒഴുകും അല്ലെ. ഉയരം കൂടിയ സ്ഥലത്ത് നിന്ന് ഉയരം കുറഞ്ഞ സ്ഥലത്തേക്ക്, ഹയർ ഹൈറ്റിൽ നിന്ന് ലോവർ ഹൈറ്റ് പ്ലേസിലേക്ക് വാട്ടർ ഫ്ലോ ചെയ്യും. അല്ലെങ്കിൽ എന്ത് പറയാം, ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിലേക്ക്, ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആവുന്നത് വരെ, ഒരേ ലെവലിൽ എത്തുന്നത് വരെ വെള്ളം ഫ്ലോ ചെയ്യും, വാട്ടർ ഫ്ലോ ചെയ്യും എന്ന് പറയാം. ഓക്കെ, അതാണ് യെസ് എന്ന് പറഞ്ഞത്. വാട്ടർ ഡിഡ് നോട്ട് ഫ്ലോ ബിക്കോസ് ദ വാട്ടർ ലെവൽ ഇൻ ദ 2 കണ്ടെയ്നേഴ്സ് ഈസ് ദ സെയിം. ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ഇവിടെ. പക്ഷെ എക്സ്പെരിമെന്റ് രണ്ടാമത്തതിലോ വാട്ടർ ഫ്ലോഡ് ഫ്രം എ ടു ബി ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ വാട്ടർ ലെവൽ. വാട്ടർ ലെവലിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് എന്താണ്, അത് അവിടെ വെള്ളം ഒഴുകി, വാട്ടർ ഒഴുകി. മറ്റൊരു എക്സ്പെരിമെന്റ് നോക്കാം. ഇവിടെ ഇതുപോലെ നമ്മളൊരു മെറ്റല് നമ്മൾ ചൂടാക്കുന്നു. ഓക്കെ, അയൺ റോഡ്, ഒരു ഇരുമ്പ് ദണ്ട് ഇതുപോലെ ചൂടാക്കിയാൽ, ഫ്ലെയിം ഓഫ് കാൻഡിൽ, ഒരു മെഴുകുതിരിയുടെ ജ്വാലയിൽ നമ്മൾ ഇതുപോലെ ചൂടാക്കിയാൽ, ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ റോഡ് വിൽ ദ ടെമ്പറേച്ചർ റൈസ് ഫസ്റ്റ്? എവിടെയാണ് ആദ്യം ടെമ്പറേച്ചർ, താപനില കൂടുന്നത്? ക്യൂവിലല്ലേ, ഇവിടെയല്ലേ ചൂടാക്കുന്നത്. അപ്പൊ ഇവിടെ താപനില കൂടും. കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈയിലേക്കും ആ താപനില അറിയാൻ കഴിയും. അതായത് താപനില കൂടിയ, ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക്, ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് എന്താണ്, ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ആസ് സൂൺ ആസ് ഇറ്റ് ടച്ചസ് ദ ഫ്ലെയിം. ഫ്ലെയിമിൽ തൊട്ടപ്പാട് എവിടെയാണ് ടെമ്പറേച്ചർ കൂടുതൽ? ക്യൂവിലാണ് അല്ലെ, അവിടെയല്ലേ ടച്ച് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ ദ റോഡ്? എവിടുന്ന് എവിടത്തേക്കാണ് ഹീറ്റ് ഒഴുകുന്നത്? കൂടിയ ടെമ്പറേച്ചറിലല്ല, ക്യൂവിൽ നിന്ന് പിയിലേക്ക്, ഫ്രം ക്യൂ ടു പി. മറ്റൊരു സിറ്റുവേഷൻ 2. എ ട്യൂബ്, ഒരു ടയറിനകത്തൊക്കെ വയ്ക്കുന്ന ഒരു ട്യൂബ് ഈസ് ഫിൽഡ് വിത്ത് എയർ ടു ഇറ്റ്സ് മാക്സിമം ഈസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഇവിടെ ഒരു ട്യൂബിൽ മാക്സിമം എയർ കയറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തല്ലേ എയർ പ്രഷർ കൂടുതൽ, ഇൻസൈഡ് ദ ട്യൂബ് എയർ പ്രഷർ. ഇനി ഇതിന്റെ വാൽവ് നമ്മൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ, എയർ ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഒഴുകും അല്ലെ. അതായത് പ്രഷർ കൂടിയ അകഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ എയർ ഫ്ലോ? ഫ്രം ദ ട്യൂബ് ടു ഔട്ട്സൈഡ് എന്ന് പറയാം, ട്യൂബിൽ നിന്ന് പുറത്തേക്ക്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ പട്ടികപ്പെടുത്തുന്നത്. ടാബുലേറ്റ് ദ ഇൻഫറൻസ്. നിങ്ങൾ കണ്ട ഈ കാര്യങ്ങൾ ടാബുലേറ്റ്, പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. വാട്ടർ ഫ്ലോസ് എവിടുന്നാണ്? ഫ്രം ഹയർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ടു ലോവർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഫ്രം ഹയർ വാട്ടർ ലെവൽ ടു ലോവർ വാട്ടർ ലെവൽ എന്ന് പറയാം. ഹീറ്റ് ഫ്ലോസ് ഫ്രം എ പോയിന്റ് ഓഫ് ഹയർ ടെമ്പറേച്ചർ. ഹയർ ടെമ്പറേച്ചർ ഉള്ള പോയിന്റിൽ നിന്ന് ലോവർ ടെമ്പറേച്ചർ ഉള്ള പോയിന്റിലേക്ക്, താപനില കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞതിലേക്കാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. അതേപോലെ എയർ ഫ്ലോസ് ഫ്രം ഹയർ എയർ പ്രഷർ ഏരിയ. മർദ്ദം, അതായത് ഈ വായുമർദ്ദം കൂടിയ മേഖലയിൽ നിന്നും, പ്രദേശത്തു നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കാണ് എയർ ഫ്ലോ ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് ഇലക്ട്രിക് കറന്റിനെയും പറയാം. ഓക്കെ, അതാണ് പറയാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ വീണ്ടും പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് വാട്ടർ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഡിഫറെന്റ് ഹൈറ്റ്സ് വേണം. അതേപോലെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ ഡിഫറെന്റ് ടെമ്പറേച്ചർ ഉള്ള 2 പോയിന്റ്സ് വേണം. എയർ ഫ്ലോ ഉണ്ടാവണമെങ്കിലോ അപ്പോൾ അവിടെ ഡിഫറെന്റ് എയർ പ്രഷർ ഉള്ള ഏരിയാസ് വേണം അല്ലെ. നോക്കിക്കോളൂ, നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ എക്സ്പെരിമെന്റ്, ഇവിടെ പറഞ്ഞ കാര്യത്തിൽ കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടാവുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ നിൽക്കുന്നുണ്ട് ഒരേ ലെവലാകുമ്പോൾ. പക്ഷെ അവിടെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു മോട്ടർ ഇങ്ങനെ ഫിറ്റ് ചെയ്യുക. ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന് വീണ്ടും മോട്ടോർ അല്ലെ പമ്പ് ഉപയോഗിച്ച് ഇതിലേക്ക് വീണ്ടും ആക്കണം. ഓക്കെ, നിറക്കണം. അപ്പോൾ എന്ത് ചെയ്യും? തുടർച്ചയായിട്ട്
ഈ ഒരു വാട്ടർ കറന്റ് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഈ ഒഴുക്ക് സാധ്യമാകും. നിങ്ങൾ ഈ വലിയ വലിയ മാളുകളിലോ അല്ലെങ്കിൽ ലോഡ്ജുകളിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. എന്താണ് അതിനുള്ളിൽ തന്നെ വെള്ളച്ചാട്ടം സാധ്യമാക്കുന്നത്. വെള്ളം ഉയരത്തിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നു. അപ്പൊ ഇവിടെ ഒരു പമ്പ് വെച്ചിട്ടുണ്ടാവും. ആ പമ്പ് വെച്ച് വീണ്ടും മേലേക്ക് വെള്ളം കയറ്റുന്നു. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ട് വെള്ളം ഒഴുകുന്നു. ഈ only until the water levels in both containers become equal. നേരത്തെ നമ്മൾ പറഞ്ഞു വാട്ടർ ലെവൽ ഒരേപോലെ ആകുന്നത് വരെ മാത്രമേ വെള്ളം ഒഴുകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു പമ്പ് യൂസ് ചെയ്താൽ പമ്പ് ഈസ് യൂസ്ഡ് ടു പമ്പ് ബാക്ക് ദ വാട്ടർ ഫ്രം കണ്ടെയ്നർ ബി ടു എ. പമ്പ് ഉപയോഗിച്ച് ഈ കണ്ടെയ്നറിൽ നിന്ന് നിറയുന്ന കണ്ടെയ്നറിൽ നിന്ന് തിരിച്ച് അതിലേക്ക് ആക്കിയാൽ the pump works to keep the rate of flow of water from B to A same as shown from A to B. അതായത് ഇതിൽ നിന്ന് ഇതിലേക്ക് നിറയുന്ന അതേ റേറ്റിൽ ഇതിൽ നിന്ന് വീണ്ടും തിരിച്ച് പമ്പ് ഇതിലേക്ക് നിറക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ ഇവിടെ ഉണ്ടാകുന്നു while the pump is working. പമ്പ് വർക്ക് ചെയ്യുമ്പോൾ. വാട്ട് മേ ബി ദ റീസൺ? എന്താണ് ഇവിടെ റീസൺ? കാരണം എന്താണ്? For the continuous flow of water, a difference in water levels in containers A and B has to be maintained. അതായത് ഈ വാട്ടർ ലെവൽ എപ്പോഴും ഒരു ഡിഫറൻസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ബൈ യൂസിങ് എ പമ്പ് വിച്ച് ആക്ട്സ് ആസ് ആൻ എക്സ്റ്റേണൽ എനർജി സോഴ്സ്. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആയ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു കണ്ടിന്യൂസ് ഫ്ലോ സാധ്യമാക്കുന്നത്. അപ്പൊ അതേപോലെ പമ്പ് ഉപയോഗിക്കുന്നത് പോലെ ഒരു സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ചാർജസിന്റെ ഫ്ലോ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവിടെ ബാറ്ററി സെല്ലുകൾ ഉപയോഗിക്കുന്നു, അല്ലെ? ഹൗ ഈസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് മെയ്ഡ് പോസിബിൾ ത്രൂ എ സർക്യൂട്ട്? എങ്ങനെയാണ് സർക്യൂട്ടിലേക്കുള്ള ഇലക്ട്രിക് ചാർജസ് ഫ്ലോ ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് നമ്മുടെ ടോപ്പിക്. നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് വെള്ളത്തിനെ കുറിച്ചിട്ടും ഹീറ്റിനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ ഇലക്ട്രിക് കറന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ബൾബിന്റെ സിമ്പലാണ്, ഇതൊരു സ്വിച്ചിന്റെ സിമ്പലാണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കണക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഈ സ്വിച്ച് ഇതുപോലെ ഓൺ ചെയ്യുകയാണെങ്കിൽ ബൾബ് പ്രകാശിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇങ്ങനെ ചുമ്മാ ഒരു ബൾബിന്റെ രണ്ട് സൈഡിലും വയറ് കണക്ട് ചെയ്താൽ അത് പ്രകാശിക്കുമോ? ഇല്ല. ഫോർ ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് ടു ഗ്ലോ കണ്ടിന്യൂസ്ലി there must be a flow of electric charge through the bulb. അതിനകത്തെ കൂടി ഒരു ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ബൾബ് പ്രകാശിക്കൂ. ഇതിനെന്ത് റിക്വയർ ചെയ്യണം? doesn't this require? ഇതിന് ആവശ്യമില്ലേ? എന്താണ്? an external source sufficient to maintain a potential difference. ഇതിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഹയർ പൊട്ടൻഷ്യലും ഒരു ഭാഗത്ത് ലോവർ പൊട്ടൻഷ്യലും ഉണ്ടാവണം, അല്ലെ? വെള്ളം ഉയരത്തിൽ നിന്ന് താഴേക്കാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഹയർ പൊട്ടൻഷ്യലും ലോവർ പൊട്ടൻഷ്യലും ഉണ്ടാവണം. അതിനുവേണ്ടി എക്സ്റ്റേണൽ ആയിട്ട് ഒരു സോഴ്സ് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഇലക്ട്രിക് കറന്റ് ഉണ്ടാകൂ. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാം? നമ്മൾ സെല്ലൊക്കെ ഉപയോഗിക്കും, അല്ലെ? ബാറ്ററി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ എ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ്സുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ്. യൂണിറ്റ് ചാർജ് എന്ന് വെച്ചാൽ ഒരു കൂളോം ചാർജ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് യൂണിറ്റ് ചാർജിനെ, അതായത് ഒരു കൂളോം ചാർജിനെ എത്തിക്കാനുള്ള ഒരു വർക്ക് ഡണ്ണിനെയാണ് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. A source of electricity is a source of energy used to maintain a potential difference between two points in an electric circuit. Source of electricity അല്ലെങ്കിൽ വൈദ്യുത സ്രോതസ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പമ്പിനെയൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് എനർജി. എനർജിയുടെ സോഴ്സ് ആണ്. എന്തിനാണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു സർക്യൂട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഒരു പമ്പ് ഉപയോഗിച്ചു പറഞ്ഞതുപോലെ ഇവിടെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ബാറ്ററി ഒക്കെ എന്നതൊക്കെ പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഉപകരണമാണ്. എന്താണ് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്? EMF എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. EMF is the potential difference between the terminals of a cell when no current is drawn from it. Open circuit. അതായത് ഒരു സെല്ലുണ്ട്, ഒരു സെല്ല്. ഓക്കെ, ഒരു സെല്ലിന് രണ്ട് ടെർമിനൽസ് ഉണ്ടാവും, അല്ലെ?
ഇതിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ ഹയർ പൊട്ടൻഷ്യലും മറ്റത് ലോവർ പൊട്ടൻഷ്യലും ആണ്. അപ്പോൾ ഒരു സർക്യൂട്ടുമായിട്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കുറെ വയേഴ്സിലൊക്കെ കണക്ട് ചെയ്താൽ ഇതിലേക്കൂടെ ഒരു ഇലക്ട്രിക് കറന്റ് ഉണ്ടാകും. എന്നാൽ ഇങ്ങനെ ഒരു സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണുള്ളതെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ ഇതിന് അക്രോസ് ഉള്ള അതായത് ഈ രണ്ട് ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്ന് മെഷർ ചെയ്താൽ അതിനെയാണ് പറയുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെ. ഇങ്ങനെ കണക്ട് ചെയ്യാത്ത അവസരത്തിൽ ബാഹ്യ സർക്യൂട്ടിലേക്ക് ഒരു ഇലക്ട്രിക് കറന്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വിച്ച് ഓഫ് ചെയ്ത സാഹചര്യത്തിൽ ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ എത്രയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. അതിനുള്ള ഉപകരണമുണ്ട്, വോൾട്ട്മീറ്റർ എന്ന് പറയും. അതിനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് പറയുന്നത്. It's a potential difference. Electromotive force is the potential difference between two terminals of a cell when no current is drawn from it. അതായത് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും, കണക്ഷൻ ഇല്ല. ഓക്കെ, this is the maximum potential difference that can be obtained from the source. ഈ സോഴ്സിൽ നിന്ന് കിട്ടുന്ന മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓപ്പൺ സർക്യൂട്ട്, സ്വിച്ച് ഓൺ ചെയ്യാത്ത സാഹചര്യം, ഓപ്പൺ ആണ് അല്ലെ. Therefore, the source of electricity is also called source of EMF. Source of electricity, വൈദ്യുത സ്രോതസ് എന്ന് പറയുന്നത് source of EMF എന്നും പറയാം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ ഒരു സോഴ്സ് ആണ് എന്നും പറയാം. ഇനി the potential difference between any two points in a current flowing circuit is also called the voltage. അതായത് കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ടിലേക്ക് ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിൽ അപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറയുന്നു വോൾട്ടേജ് എന്നും പറയുന്നു. വോൾട്ടേജിന്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും ഒക്കെ യൂണിറ്റ് എന്താണ്? വോൾട്ട്. അതിനെ ക്യാപിറ്റൽ ലെറ്റർ വി എന്ന സിംബൽ കൊണ്ട് സൂചിപ്പിക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഞാൻ പറഞ്ഞു വോൾട്ട് മീറ്റർ. അതിന്റെ ചിത്രം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണും. ഇഫ് ദ വർക്ക് ഡൺ to move 1 coulomb charge, ഒരു കൂളോം ചാർജിനെ മൂവ് ചെയ്യാനുള്ള വർക്ക് ഡൺ ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്രം 1 point to another point is 1 joule. Then the potential difference between these two points is said to be 1 volt. എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു കൂളോം ചാർജിനെ എത്തിക്കാൻ വേണ്ട വർക്ക് ഡൺ, ഒരു കൂളോം ചാർജിനെ എത്തിക്കാൻ ആവശ്യമായ വർക്ക് ഡൺ ഒരു ജൂൾ ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ നമ്മൾ പറയും അപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് 1 വോൾട്ട് ആണ്, 1 വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ വി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നത് അതിന്റെ സിംബൽ വി ആണ്. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ് ആണ്. ടോട്ടൽ വർക്ക് എത്ര ചെയ്തു, എത്ര ചാർജ് അതിലേക്കൂടെ ഫ്ലോ ചെയ്തു, വർക്ക് അല്ലെ ഡബ്ല്യു, വർക്ക് ഡൺ. യൂണിറ്റ് കാണണമെങ്കിലോ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിന്റെ യൂണിറ്റ്, വർക്ക് ഡണ്ടെ യൂണിറ്റ് എന്താണ്? ജൂൾ അല്ലെ, ജൂൾ ഡിവൈഡഡ് ബൈ അടിയിൽ എന്താണ്? ചാർജ്. യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് കൂളോം. ജൂൾ പെർ കൂളോം അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്. അതിന് നമ്മൾ മറ്റൊരു യൂണിറ്റിൽ പറയും എന്താണത്? വോൾട്ട്. വോൾട്ട്, ജൂൾ പെർ കൂളോം എന്ന് വെച്ചാൽ വോൾട്ട് ആണ്. അലസാൻഡ്രോ വോൾട്ട എന്ന സയന്റിസ്റ്റിനോടുള്ള ആദരസൂചകമായിട്ടാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് ഉണ്ടാക്കിയത്. സോഴ്സ് ഓഫ് EMFന് ഒരു എക്സാമ്പിൾ ആണ് ടോർച്ച് സെൽ സാധാരണ. പിന്നെ വേറെ ഉണ്ടല്ലോ, ബട്ടൺ സെൽ ഉണ്ട്, അതായത് വാച്ചിലൊക്കെ വെക്കുന്ന സെൽ. മൊബൈൽ ബാറ്ററി, അതൊരു സോഴ്സ് ഓഫ് EMF ആണ്. സോ റൈറ്റ് ഡൗൺ ദ എനർജി ചേഞ്ച്. ഇത്തരം സോഴ്സ് ഓഫ് EMFൽ നടക്കുന്ന എനർജി ചേഞ്ചസ് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ടോർച്ച് സെല്ല് അതായത് ഡ്രൈ സെല്ല് എന്നും അറിയപ്പെടുന്നു. അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കെമിക്കൽ എനർജിയെ അത് ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുന്നു. ജനറേറ്ററിലോ, ജനറേറ്റർ കറങ്ങുമ്പോൾ ഇലക്ട്രിക് എനർജി ഉണ്ടാകുന്നു, അതായത് മെക്കാനിക്കൽ എനർജിയെ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. ബട്ടൺ സെല്ലോ, വാച്ചിലൊക്കെയുള്ള ബട്ടൺ സെല്ല് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആക്കുന്നു. ഈ ഫസ്റ്റ് പറഞ്ഞ അതേപോലെ അല്ലെ. ഓക്കെ, നാലാമത്തെ നമുക്ക് സോളാർ സെല്ല് പറയാം. സോളാർ സെൽ എന്താണ്? ലൈറ്റ് എനർജി, സൂര്യപ്രകാശം, ആ ലൈറ്റ് എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുന്നു. ആദ്യമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു സോഴ്സ് ഓഫ് EMF ആയിട്ട് പറയുന്നത് അലസാൻഡ്രോ വോൾട്ട എന്ന സയന്റിസ്റ്റ് ഡിസൈൻ ചെയ്ത സെല്ലാണ്. അതിനെ വോൾട്ട സെൽ എന്ന് പറയും. ഓക്കെ, എന്താണ്? ഫസ്റ്റ് ഡിസൈൻഡ് എ ഡിവൈസ് ദാറ്റ് കുഡ് ബി യൂസ്ഡ് ആസ് എ സോഴ്സ് ഓഫ് EMF. ആദ്യമായിട്ട് സോഴ്സ് ഓഫ് EMF ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു സെല്ല് നിർമ്മിച്ചത് അലസാൻഡ്രോ വോൾട്ടയാണ്. അതിനെ വോൾട്ട സെൽ എന്ന് പറയുന്നു. ഈ വോൾട്ട സെല്ലിന്റെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMF എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 1.1 വോൾട്ട് ആണ്. ഓക്കെ, 1.1 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ,
എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ EMF അല്ലെ. ഓപ്പൺ സർക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സോഴ്സിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുന്നത്. നമുക്കൊരു സിമ്പിൾ വോൾട്ടാസ് സെൽ നിർമ്മിക്കാനുള്ള ഒരു എക്സ്പെരിമെന്റ് നോക്കാം. ഒരു സിങ്ക് റോഡ് അതിനാവശ്യമാണ്, ഒരു കോപ്പർ റോഡും ആവശ്യമാണ്, പിന്നെ ഒരു ബീക്കർ, അതിൽ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് അത് ഉപയോഗിക്കുന്നു. ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ വോൾട്ടേജ് അതിന്റെ EMF അല്ലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാം. എങ്ങനെയാണ്? ഇതുപോലെ ക്രമീകരണമാണ്. ഇവിടെ കോപ്പർ ദണ്ടുണ്ട്, ഒരു സിങ്ക് റോഡും ഉണ്ട്, കണക്റ്റഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നുണ്ട്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഇത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് നിറച്ചിട്ടുണ്ട്. The electrons are named due to the reaction. The electrons are transferred due to the reaction of zinc with dilute sulfuric acid and flows through the external circuit. Hence the needle of the voltmeter deflects. എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നത്? നീഡിൽ ഓഫ് ദ വോൾട്ട്മീറ്റർ ഇവിടെ എഴുതണം. ഈ സംഭവം നീഡിൽ ഓഫ് ദ വോൾട്ട്മീറ്റർ ഡിഫ്ലെക്സ്, ഇതിന്റെ സൂചി എന്താണ്? ചലിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഇതിൽ റിയാക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർഡ് ഡ്യൂ ടു ദ റിയാക്ഷൻ ഓഫ് സിങ്ക്. സിങ്കിന് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഇലക്ട്രോൺസ് ഒഴുകുന്നു. അതുകൊണ്ട് അവിടെ വോൾട്ട് മീറ്ററിന്റെ സൂചി ഡിഫ്ലക്ട് ചെയ്യുന്നു. കോപ്പർ റോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ് എ ഹൈ എനർജി ലെവൽ ആണെന്ന് പറയും. അതായത് പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയും. കോപ്പർ റോഡ് എന്ന് വെച്ചാൽ അതൊരു ഹൈ എനർജി ലെവലിലാണ്. പിന്നെയോ സിങ്ക് റോഡ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ലോ എനർജി ലെവലിലാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ കറന്റ് ഫ്ലോസ് ഫ്രം ദ കോപ്പർ റോഡ് ടു ദ സിങ്ക് റോഡ് എന്ന് പറയും. കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കോപ്പറിൽ നിന്ന് സിങ്കിലേക്കാണെന്ന് പറയും. എന്താണ്? കറന്റിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, അല്ലാതെ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷൻ എന്നല്ല നമ്മൾ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ട്. കറന്റിന്റെ ഡയറക്ഷനും ഇലക്ട്രോൺസിന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കാറെന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു LED ആണ് ഇവിടെ വോൾട്ട്മീറ്ററിന് പകരം ഇവിടെ നമ്മൾ കൊടുക്കുന്നെങ്കിലോ, പിന്നെ മഗ്നീഷ്യം ആണ് സിങ്കിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? LED ലൈറ്റ്സ്, LED പ്രകാശിക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്? കുറെ സമയം ഓപ്പറേറ്റ് ചെയ്താൽ, ഇത് പ്രവർത്തിപ്പിച്ചാൽ എന്താണ്? ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. എന്താണ്? വാട്ട് ഹാപ്പൻസ് ടു ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇഫ് ദിസ് സെൽ ഈസ് ഓപ്പറേറ്റഡ് ഫോർ എ ഷോർട്ട് ഇന്റർവെൽ ഓഫ് ടൈം? കുറച്ചു നേരം ഇത് പ്രകാശിപ്പിച്ചാൽ ഇന്റൻസിറ്റി മങ്ങുന്നു, ഡിക്രീസ് ചെയ്യുന്നു, പ്രകാശം തീവ്രത. എന്താണ് റീസൺ? റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ആ രാസപ്രവർത്തനം കുറയുന്നതിനനുസരിച്ച് ആ ഇലക്ട്രിക് എനർജി ഉണ്ടാവുന്നതും കുറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ മങ്ങുന്നത്, ഇന്റൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്. പ്രൈമറി സെൽസ് എന്ന് വെച്ചാൽ ദീസ് ആർ സെൽസ് വിച്ച് കനോട്ട് ബി റീയൂസ്ഡ് ആഫ്റ്റർ യൂസിങ് ഫോർ എ സർട്ടൈൻ പീരീഡ്. കുറച്ച് കാലത്തേക്ക് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ റീചാർജ് ചെയ്യാൻ കഴിയാത്ത സെല്ലുകളാണ് ഡ്രൈ സെൽ. ഇത്തരം സെല്ലുകൾ നമ്മൾ റീചാർജ് ചെയ്യാറില്ല, ക്ലോക്കിലൊക്കെ വയ്ക്കുന്ന. പിന്നെയോ ബട്ടൺ സെൽ എന്ന് വെച്ചാൽ വാച്ചിലൊക്കെ വയ്ക്കുന്ന സെൽസ് റീചാർജ് ചെയ്യുന്നതല്ല നമ്മൾ സാധാരണയായിട്ട്, അല്ലെ? അത് പിന്നെ നമ്മൾ മാറ്റി വാങ്ങുകയാണ് ചെയ്യാറ്. സെക്കൻഡറി സെൽ എന്ന് വെച്ചാൽ അത് ഓൾസോ എന്താണ് പറയുന്നത്? സ്റ്റോറേജ് സെൽസ് എന്ന് അറിയപ്പെടുന്നു. ആർ എനർജി സോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നു. എ ബാറ്ററി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് മൾട്ടിപ്പിൾ സെൽസ് ആർ അറേഞ്ച്ഡ്. ഒരു ബാറ്ററി എന്ന് വെച്ചാൽ കുറേ സെല്ലുകൾ അറേഞ്ച് ചെയ്താൽ നമ്മൾ അതിനെ പറയും ബാറ്ററി എന്ന് പറയും. ഒറ്റ ഒന്ന് മാത്രമാകുമ്പോൾ നമ്മൾ അതിനെ സെല്ല് എന്ന് പറയും. ആൻഡ് യൂസ്ഡ് ആസ് എ സിംഗിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതായത് കുറേ സെൽസ് കൂടിച്ചേർന്നിട്ട് നമ്മൾ ഒറ്റ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ, സിംഗിൾ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ ബാറ്ററി എന്ന് പറയും. സാധാരണയായിട്ട് നമ്മൾ ഒറ്റ സെല്ലാകുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ബാറ്ററി എന്ന് പറയാറുണ്ട്, അല്ലേ? ഓക്കെ. എക്സാമ്പിൾസ് ഓഫ് സെക്കൻഡറി സെൽസിന് എന്താണ്? റീചാർജബിൾ സെൽസിന് എക്സാമ്പിൾ എന്താണ്? മൊബൈൽ ബാറ്ററി റീചാർജ് ചെയ്യാം. പിന്നെയോ കാർ ബാറ്ററി റീചാർജ് ചെയ്യാറുണ്ട്. കാറിന്റെ വാഹനം ഓടുമ്പോൾ വാഹനത്തിലെ ബാറ്ററി റീചാർജ് ചെയ്യപ്പെടാറുണ്ട്. പിന്നെയോ എമർജൻസി ലാമ്പിലെ ബാറ്ററി റീചാർജ് ചെയ്യുന്നവയാണ്. എങ്ങനെയാണ് ഒരു സർക്യൂട്ടിലെ ഹൗ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ്? ആ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ. ഞാൻ പറഞ്ഞിരുന്നു, അല്ലെ? വോൾട്ട് മീറ്റർ എന്ന ഉപകരണമാണ്. അതിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, വോൾട്ട് മീറ്ററിന്റെ ചിത്രം.
വോൾട്ട്മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ, വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ, അതിന്റെ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യണം. എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കണക്ട് ഉണ്ട് ഇവയ്ക്ക്. സെല്ലിന് പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ ഉണ്ട്, അതേപോലെ വോൾട്ട്മീറ്ററിനും പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. വിച്ച് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട്മീറ്റർ? അതായത് സെല്ലിന്റെ ഏത് ടെർമിനലാണ് വോൾട്ട്മീറ്ററിനെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യേണ്ടത്? പോസിറ്റീവായിട്ടാണ് ഇത്തരം സാഹചര്യം കണക്ട് ചെയ്യുന്നത്. കേട്ടോ, പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യണം. അത് തന്നെയാണ് ഉത്തരം കൊടുത്തത്. നെഗറ്റീവ് ടെർമിനൽ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യണം. കുറച്ച് സോഴ്സസ് ഓഫ് EMFന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടോർച്ച് സെല്ല്, സാധാരണയായിട്ട് ടോർച്ച് സെല്ലിന് എത്രയാണ്? 1.5 കൊണ്ട് ഇവിടെ 1.5 കൊടുത്തുണ്ടോ? 1.5 വോൾട്ട് ആണ്. വോൾട്ട് യൂണിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ വീണ്ടും എഴുതാത്തത്. ഓക്കെ, 1.5 വോൾട്ട് ആണ്. ബട്ടൺ സെല്ല്, വാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺ സെല്ല് വിവിധ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ വരാറുണ്ട്. 1.55 ഉണ്ടാവാറുണ്ട്, പിന്നെ 3 ഉണ്ടാവാറുണ്ട്. ഓക്കെ, വോൾട്ടാ സെൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതിൽ 1.1 വോൾട്ട് ആണ് വോൾട്ടാ സെല്ലിൽ. മൊബൈൽ ബാറ്ററി സാധാരണയായിട്ട് 3.7 വോൾട്ട് ആണ്. There are various types of electric sources from the early volta cell. പണ്ട് കാലത്തെ വോൾട്ടാ സെൽ ഉപയോഗിച്ച് മുതൽ ഇപ്പോഴത്തെ സോളാർ സെൽ വരെ വളരെയധികം ടൈപ്സ് ഓഫ് ഇലക്ട്രിക് സോഴ്സസ് ഇന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇൻഫോർമേഷൻ കണ്ടെത്തിയിട്ട് നിങ്ങൾ സെമിനാർ ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, കോമ്പിനേഷൻ ഓഫ് സെൽസ്, ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് മതിയാക്കാം. അതായത് ഈ സെൽസ് നമുക്ക് വിവിധ രീതിയിൽ കമ്പൈൻ ചെയ്യാൻ കഴിയും. അറേഞ്ച് 2 ടോർച്ച് സെൽസ്, 2 ടോർച്ച് സെൽസ് 3 ഡിഫറെന്റ് വേസിൽ അറേഞ്ച് ചെയ്ത ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഒരു സെല്ലിന്റെ പോസിറ്റീവ് അടുത്ത സെല്ലിന്റെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തതിന് നമ്മൾ പറയും സീരീസ് കണക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇവിടെയോ പൊതുവായിട്ട് ഒരു സെല്ലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്നിവ മറ്റൊന്നിന്റെ പോസിറ്റീവ് നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തത്. അല്ലെ, കണ്ടോ, പോസിറ്റീവും മറ്റൊന്നിന്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. ഇത്തരം കോമ്പിനേഷനെ പറയുന്നതാണ് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, ഇതോ ഇവിടെ ഒരു സെല്ലിന്റെ പോസിറ്റീവ് മറ്റൊരു സെല്ലിന്റെ പോസിറ്റീവായിട്ടാണ് കണക്ട് ചെയ്തത്. ഓക്കെ, ഇങ്ങനെ തോന്നിയ പോലെ ഒന്നും കണക്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ എന്താണ്, കറന്റ് ഉണ്ടാവില്ല. കണ്ടോ, 0. ഇങ്ങനെ നമുക്ക് തോന്നിയ പോലെയൊക്കെ കണക്ട് ചെയ്താൽ അവിടെ കറന്റ് ഉണ്ടാവണമെന്നില്ല. പോസിറ്റീവായിട്ട് കണക്ട് ചെയ്താൽ 0, അതായത് കറന്റ് ഉണ്ടാവുന്നില്ല, വോൾട്ടേജും അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന വോൾട്ട്മീറ്റർ. എന്താണ്, 0 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണുന്നത്. ഇങ്ങനെ കണക്ഷൻ നടത്തിയാൽ അവിടെ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല, ഈ കണക്ഷൻ ഫെയിൽ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ്. എന്താണ്, സീരീസ് കണക്ഷനും പിന്നെ പാരലൽ കണക്ഷനും. നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ സർക്യൂട്ടിൽ എല്ലാത്തിലും 2 സെൽസ് വീതമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വോൾട്ട്മീറ്റർ റീഡിങ്ങോ ഇവിടെ 1.5 രണ്ടെണ്ണം സീരീസ് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ ഇതിന്റെ ആകെ ടോട്ടലായ 3 1.5 പ്ലസ് 1.5 എന്ന 3 അല്ലേ, ആ 3 വോൾട്ടാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്, അല്ലെങ്കിൽ റീഡിങ് കിട്ടുന്നത്. പാരലൽ ആയിട്ട് നമ്മൾ ഒരേപോലുള്ള സെല്ലുകൾ 2 എണ്ണമാണ് കണക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിന്റെയാണ് കിട്ടുന്നത് 1.5. പിന്നെ പാരലൽ ആയിട്ട് ഒരേപോലുള്ള 3 സെല്ലുകളാണ് കണക്ട് ചെയ്തെങ്കിലോ, അതായത് 1.5 പിന്നെ വീണ്ടും ഒരു 1.5 കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം കിട്ടും, അപ്പോഴും 1.5 കിട്ടും. ഞാൻ പറഞ്ഞു ഇങ്ങനെ കണക്ഷൻ പോസിബിൾ അല്ല പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ചെയ്താൽ അവിടെ വോൾട്ട്മീറ്റർ റീഡിങ് 0 ആയിരിക്കും, അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഏത് അറേഞ്ച്മെന്റിലാണ് മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിയത്? ഫസ്റ്റ് അറേഞ്ച്മെന്റ് ആണ്. ഈ ഫസ്റ്റ് അറേഞ്ച്മെന്റിൽ കണ്ട ആ കണക്ഷനെ പറയുന്നതാണ് സീരീസ് കണക്ഷൻ. ഞാൻ പറഞ്ഞു സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഹിയർ ദ പോസിറ്റീവ് ടെർമിനൽ, അതായത് സീരീസ് കണക്ഷനിൽ ഇൻ ദ സീരീസ് കണക്ഷൻ the positive terminal of one cell, ഒന്നിന്റെ പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ അതർ സെൽ. സെക്കൻഡ് സെല്ലിന്റെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. നമ്പർ ഓഫ് സെൽസ് കൂടിയാൽ അവിടെ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടും, അല്ലെ, ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടി വരും നമ്പർ ഓഫ് സെൽസ് കൂടിയാൽ. സീരീസ് കണക്ഷനിൽ when the cells are connected in സീരീസിൽ കണക്ട് ചെയ്താൽ
ടോട്ടൽ ഇ എം എഫ് എന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും ഇ എം എഫിന് സം ഓഫ് ഇ എം എഫ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ് ആണ്. ഓരോ സെല്ലിന്റെയും ഇ എം എഫിന്റെ ടോട്ടലിന് എല്ലാം കൂട്ടി അതിന് തുല്യമായിരിക്കും ടോട്ടൽ ഇ എം എഫ് ആ സർക്യൂട്ടിന്റെ. ഈ ഒരു രീതിയിൽ കണക്ഷൻ നമ്മൾ ചെയ്യാറുള്ളത് റിമോട്ട് കൺട്രോൾ ഓഫ് ടിവിയുടെ റിമോട്ട് കൺട്രോളിന്റെ ഉള്ളിൽ നോക്കിയാൽ മതി. ഒന്നിന്റെ നെഗറ്റീവുമായിട്ട് അടുത്തതിന്റെ പോസിറ്റീവ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് സെല്ലെങ്കിൽ ഇത് പോസിറ്റീവ്, അതേപോലെ ഇവിടെ ഇത് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ ഇത് പോസിറ്റീവ്. അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ ഇത് നെഗറ്റീവ് അല്ലേ, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ്. അപ്പൊ എങ്ങനെയായിരിക്കും കണക്ഷൻ ഉള്ളത്? ഇവിടുന്ന് ഒരു വയർ പോയിട്ടുണ്ടാവും റിമോട്ടിലേക്ക്, ഇവിടുന്ന് ഒരു വയർ പോയിട്ടുണ്ടാവും. ഈ പോസിറ്റീവ് ഈ നെഗറ്റീവ് തമ്മിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് സീരീസ് കണക്ഷൻ. ഓക്കെ, പിന്നെ ടോയ് കാറിലൊക്കെ ഇങ്ങനെ സീരീസ് കണക്ഷൻ ആണ് ഉണ്ടാവാറ്. 3 or 4 ബാറ്ററി ഒക്കെ റിമോട്ട് കൺട്രോൾ കാറിലൊക്കെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. മറ്റേ രണ്ടാമത്തെ അതിൽ പറഞ്ഞത് പാരലൽ കണക്ഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ. ഇൻ പാരലൽ കണക്ഷനിൽ the positive and negative terminals of one cell are connected to the positive and negative terminals of the next cell respectively. ഒന്നിന്റെ പോസിറ്റീവ് നെഗറ്റീവും അടുത്തതിന്റെ പോസിറ്റീവ് നെഗറ്റീവും ആയിട്ട് യഥാക്രമം കണക്ട് ചെയ്തിട്ടുണ്ട്. ഐഡന്റിക്കൽ സെൽസ് ആണ് ഇതേപോലെ കണക്ട് ചെയ്തതെങ്കിൽ, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തെങ്കിൽ എഫക്റ്റീവ് ടോട്ടൽ ആയിട്ടുള്ള എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് is equal to that of a single cell. അതായത് ഒരേപോലുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള സെൽസ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് പോയാൽ, കുറെ എണ്ണം കണക്ട് ചെയ്താൽ അതിൽ ഏതെങ്കിലും ഒന്നിന്റെ സെല്ലിന്റെ ഇ എം എഫിന് ഈക്വൽ ആയിരിക്കും ടോട്ടൽ ആയിട്ടുള്ള എഫക്റ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്തരം രീതിയിൽ ഇൻ ദിസ് വേ കണക്ട് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? ഇലക്ട്രിക് കറന്റ് ഫോർ എ ലോങ് ഇന്റർവെൽ ഓഫ് ടൈം, കുറെ സമയം കറന്റ് കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ എന്തിലൊക്കെയാണ്? പവർ ബാങ്ക്സിൽ നമുക്ക് കുറെ സമയം കറന്റ് കിട്ടണം അല്ലെ, ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആണ്. പവർ ബാങ്ക്സിൽ പാരലൽ കണക്ഷൻ ചെയ്യാറുണ്ട്. പവർ ബാങ്ക് എന്ന് വെച്ചാൽ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത്. സെൽസ് അറേഞ്ച്, മൂന്നാമത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ സെൽസ് അറേഞ്ച് ചെയ്താൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ നോട്ട് ബി ഒബ്റ്റെയിൻഡ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടില്ല, 0 ആയിരിക്കും. സോ ഇത്തരം രീതിയിൽ സെൽസ് ഷുഡ് നോട്ട് ബി അറേഞ്ച് ചെയ്യാൻ പാടില്ല. സീരീസ് മെത്തേഡിന്റെയും പാരലൽ മെത്തേഡിന്റെയും ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീണ്ടും അല്ലേ. ഇതേപോലെ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 4 സെൽസ്, 4 സെൽസ്, ഓരോന്നിന്റെയും 1.5 വോൾട്ട് ആണ് ഓരോന്നിന്റെയും ഇ എം എഫ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം പൊട്ടൻഷ്യൽ എത്രയായിരിക്കും കിട്ടുന്നത്? ഇവയെ ഉപയോഗിച്ചിട്ട് മാക്സിമം കിട്ടുന്നത് എപ്പോഴാണ്? സീരീസ് കണക്ഷൻ ചെയ്യുമ്പോഴാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്നിന് പിറകിൽ ഒന്നായിട്ട് കണക്ട് ചെയ്ത് പോകണം. അപ്പൊ 4 എണ്ണം ഉണ്ട്, അപ്പൊ 1.5 4 പ്രാവശ്യം ആഡ് ചെയ്യണം. അതായത് 4 times 1.5 ചെയ്താൽ കിട്ടും 6 വോൾട്ട് അല്ലെ. 1.5 plus 1.5 plus 1.5 plus 1.5 ആണ് 6 വോൾട്ട്. ചിത്രീകരണം ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചിത്രം വരച്ചാൽ മതി. പക്ഷെ ഇവിടെ 3 സെല്ലിന് പകരം 1 എക്സ്ട്രാ വരണം, 4 സെല്ല് വരക്കണം. 4.5 വോൾട്ടിന് പകരം എത്ര എഴുതണം? 6 വോൾട്ട് എഴുതണം. ഓക്കെ, 6 identical cells are connected in series to form a battery of 9 volt. എന്ന് വെച്ചാൽ 6 സെൽസ് ആണുള്ളത്. അതിൽ ഒന്നിന്റെ ഇ എം എഫ് എത്രയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ എക്സ് എന്ന് എഴുതി. അപ്പൊ 6 times എക്സ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എത്ര? 9 വോൾട്ട് ആണ് അല്ലെ. ഒന്നിന്റെ എക്സ് ആണ്, 6 എണ്ണം ഉണ്ട്, അങ്ങനെ ചെയ്താൽ എനിക്ക് കിട്ടും 9 വോൾട്ട്. അങ്ങനെയാണ് എക്സിനെ കിട്ടാൻ വേണ്ടിട്ട് എക്സ് ഇവിടെ വെച്ചിട്ട് 6 അടിയിലേക്ക് ഇടാം. അതായത് എക്സ് ഈസ് ഈക്വൽ ടു 9/6 കിട്ടും. 9/6 ചെയ്താൽ എത്രയാണ്? 1.5 വോൾട്ട് ആണ്. 9 divided by 6 ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും that is 1.5 വോൾട്ട് അല്ലെ. 9ൽ എത്ര 6 ഉണ്ട്? 6. പിന്നെ 9ൽ നിന്ന് 6 കുറച്ചാൽ കിട്ടും 3. 3ൽ 6 പോകില്ല, അപ്പൊ ഒരു പോയിന്റ് ഇട്ടു, എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ടു. 30ൽ എത്ര 6 ഉണ്ട്? 5 ആണ്. 5 times 6 ആണ് 30. 1.5 വോൾട്ട് എന്ന് കിട്ടും. കഴിഞ്ഞു. ലാസ്റ്റ് പാർട്ടാണ് സേഫ്റ്റി മെഷേഴ്സ് ടു ബി അഡോപ്റ്റഡ് വൈൽ യൂസിങ് സെൽസ് ഓർ ബാറ്ററീസ്. സെൽസും ബാറ്ററിയും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞാൽ ഡു നോട്ട് കണക്ട് ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ഡയറക്ട്ലി യൂസിങ് എ കണ്ടക്ടർ. ഷോർട്ട് സർക്യൂട്ട് പാടില്ല. എന്ന് വെച്ചാൽ ഒരു സെല്ലുണ്ട്, ഇതിന് പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും, ഒരു ബാറ്ററിക്ക് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവും. ഒരു കണ്ടക്ടർ ഉപയോഗിച്ച് അല്ലെങ്കിൽ വൈദ്യുതി കടന്നു പോകുന്ന ഒരു വസ്തു ഉപയോഗിച്ചിട്ട്
ഡയറക്റ്റ് ഇതിനെ ടച്ച് ചെയ്യിപ്പിച്ചുകൂടാ, സ്പാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയാറുണ്ട്. പിന്നെയോ ഡു നോട്ട് പുട്ട് സെൽ ഓർ ബാറ്ററി ഇൻ ദ മൗത്ത് ഓർ ച്യൂ ഇറ്റ്. അതായത് മിഠായി ഒക്കെ ചവക്കുന്നത് പോലെ ബാറ്ററി ഒന്നും എടുത്തിട്ട് വായിലിട്ട് ചവക്കാൻ പാടില്ല. പിന്നെയോ ഡു നോട്ട് യൂസ് ബാറ്ററി ഇഫ് ഇറ്റ് ഈസ് ഓവർ ഹീറ്റഡ്. ചൂടായിട്ടുണ്ടെങ്കിൽ ബാറ്ററി ഉപയോഗിക്കാൻ പാടില്ല കൂടുതലായിട്ട്. അവോയ്ഡ് സിറ്റുവേഷൻസ് വേർ ദ ബാറ്ററി കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ വാട്ടർ ഓർ ഫയർ. വെള്ളവുമായിട്ടും തീയുമായിട്ടും ബാറ്ററി കോണ്ടാക്റ്റിൽ വരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, ഒഴിവാക്കുക. മെറ്റൽ സച്ച് ആസ് നിക്കൽ, കാഡ്മിയം ആൻഡ് ലെഡ് ഇൻ വാരിയസ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് ആർ ഹാംഫുൾ. ഇതിനടങ്ങിയിരിക്കുന്ന ഇത്തരം പല മെറ്റലുകളും ഹാംഫുൾ ആണ് അല്ലെ. മെറ്റൽസ് ഇൻ വാരിയസ് ടൈപ്സ് ഓഫ് ബാറ്ററീസ് ആർ ഹാംഫുൾ ആൻഡ് ഷുഡ് ബി ഡിസ്പോസ്ഡ് കെയർഫുള്ളി. ഇവയൊക്കെ ഈ വേസ്റ്റുകളാണ്, അവ ഡിസ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നിർമ്മാർജ്ജനം ചെയ്യാൻ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.